നായകൻ പോലീസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ആക്ഷൻ ഓറിയന്റഡ് ചിത്രമായിട്ടുള്ള അങ്ങനെയുള്ള സിനിമകളാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക. എന്നാൽ നായകൻ പോലീസുകാരനാണ്, എന്നാൽ അതൊരു കോമഡി ആംഗിളിൽ പോകുന്ന അങ്ങനെയുള്ള സിനിമകളും ഉണ്ട്. പക്ഷേ ഈ സിനിമ ഒരു കോമഡി സിനിമയാണെങ്കിൽ പോലും ഇതിൽ നായകൻ ഒരു PSO ആണ്, അതായത് ഒരു ജഡ്ജിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചുമതലയേൽക്കുന്ന ഒരു PSO ആയിട്ടുള്ള ഒരാൾ നായകനായിട്ട് വരുന്ന ഒരു കോമഡി ചിത്രം എന്നുള്ളൊരു പുതുമ ഈ ഫ്ലാസ്ക് എന്നുള്ള ചിത്രം നമുക്ക് നൽകുന്നുണ്ട്. ഈ PSO ആയിട്ടുള്ള നായകന് അദ്ദേഹം നേരിടേണ്ടി വരുന്ന അപമാനം അത് വലിയ താല്പര്യമില്ലാതെയാണ് പുള്ളി ഈ പോലീസ് ജോലിയിൽ ചേർന്നത്. അപ്പോൾ പല കാര്യങ്ങളും പുള്ളി താല്പര്യമില്ലാതെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇമോഷണൽ ആംഗിളിൽ കാണിക്കുമ്പോൾ ആക്ച്വലി അത് പ്രേക്ഷകരായിട്ട് കൺവേ ആവുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ആള് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്ന രീതിയിലാണ് കൺവേ ആവുന്നത്. അതുകൊണ്ട് നായകന്റെ അടുത്ത് നമുക്ക് ആ ഒരു ഇമോഷണൽ ആംഗിളിലൊന്നും നായകനോട് യാതൊരുവിധ വികാരവും വർക്കാവുന്നില്ല. അപ്പോൾ ഈ PSO ആയിട്ടുള്ള നായകൻ അദ്ദേഹത്തിന് ഈ ജഡ്ജിയുടെ അടുത്ത് നിന്ന് നിൽക്കുന്ന അവഹേളനങ്ങൾ, അതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന കുറച്ച് പണികൾ, അങ്ങനെയൊക്കെ ആയിട്ടൊക്കെയാണ് തട്ടിയും മുട്ടിയും ഇതൊരു കോമഡി എന്നുള്ള ലൈനിലാണ് പോകുന്നത്. സൈജു കുറുപ്പിന്റെ ഒരു സേഫ് സോണാണ് അത്. ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് ഫലിപ്പിക്കാൻ പുള്ളി മിടുക്കനുമാണ്. പക്ഷെ അതൊന്നും ഒരു കോമഡി എന്നുള്ള രീതിയിൽ അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ സിനിമയ്ക്ക് പിന്നെയും കുറച്ച് ജീവൻ വരുന്നത് രണ്ടാം പകുതിയിൽ ഒരു മാവോയിസ്റ്റ് ആ രീതിയിലേക്കുള്ള ഒരു പോർഷൻ വരുമ്പോഴാണ്. ആ സമയത്തുള്ള സൈജു കുറുപ്പിന്റെയും പിന്നെ ഈ സുരേഷ് കൃഷ്ണയുടെയും ഈ കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തികച്ചും ഫ്ലാറ്റ് ആയിട്ടുള്ള വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലൈമാക്സും മറ്റുമാണ് ഈ സിനിമയ്ക്കുള്ളത്. പക്ഷെ ഈ സിനിമ തീരുന്നത് ഈ സിനിമയുടെ ടൈൽ എൻഡ് എന്ന് പറയുമല്ലോ, അതായത് പേരെഴുതി കാണിക്കുന്നതിന് മുമ്പുള്ള ഒരു 2-3 മിനിറ്റ് അപ്പോൾ വരുന്ന സീനുകൾ കുറച്ച് എന്താ പറയുക, കുറച്ച് നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു ഫീൽ ഗുഡ് കൈൻഡ് ഓഫ് സംഭവമാണ്. അപ്പോൾ ആ 2 മിനിറ്റ് സീനുകൾ നൽകുന്ന ഒരു മനോഹാരിത ഉണ്ടല്ലോ, ആ മനോഹാരിത കൊണ്ട് ഈ സിനിമ ഓക്കെ, ചിലർക്ക് നല്ല രീതിയിൽ ഓക്കെ, പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കൊള്ളാവുന്ന ഒരു പടമാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ ആ 2 മിനിറ്റിന് കഴിയുന്നുണ്ട്. ആ 2 മിനിറ്റിൽ ഇവർ ചെയ്ത പണി സിനിമ മൊത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാസ്ക് എന്നുള്ളൊരു പടം ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയേനെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈജു കുറുപ്പിന് സേഫ് സോണിലായിട്ടുള്ള ഒരു സിനിമയാണ്. പുള്ളി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സുരേഷ് കൃഷ്ണ, പുള്ളിയുടെ ആ ഒരു ലാംഗ്വേജ്, പിന്നെ ഒരു മാനറിസം, ഇതൊക്കെ കൊള്ളാം. പിന്നെ പുള്ളി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പുള്ളിയുടെ സെക്കൻഡ് ഹാഫിൽ പുള്ളി കുറച്ച് കഴിയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആംഗിളിലൊക്കെ പുള്ളി സംസാരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ആംഗിൾ ആശയം വിശ്വസിക്കുന്ന ഒരാൾ മറ്റുള്ളവരോട് ഈ രീതിയിൽ പെരുമാറുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് പിന്നെ ഈ സിനിമ പൊളിറ്റിക്കലായിട്ടും പോവാം, അല്ലെങ്കിൽ കോമഡി സൈഡിലും പോവാം. അത് ഏത് വേണം എന്നുള്ളത് ഈ സിനിമാക്കാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവരാണ് ഇതൊരു കോമഡി സിനിമയ്ക്ക് മാറ്റിയത്. പക്ഷെ എന്തോ കുറെ കുറവുകളൊക്കെ ഉള്ളൊരു സിനിമയായിട്ടുള്ള ഒരു ഫീൽ, അങ്ങനെ ഒരു ഫീൽ ഈ സിനിമയ്ക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ രാഷ്ട്രീയം പറയാം, അല്ലെങ്കിൽ കോമഡി പറയാം എന്നുള്ളതാണ്. പക്ഷേ ഈ രാഷ്ട്രീയം പറയുന്നതിലും വിജയിച്ചിട്ടില്ല, കോമഡി പറയുന്നതിലും വിജയിച്ചിട്ടില്ല. ഇതിൽ സിദ്ധാർത്ഥ് ഭരതന് ഒരു റോളുണ്ട്. ഇതൊരു മാവോയിസ്റ്റ് ലീഡറായിട്ടാണ് വരുന്നത്. ദിസ് കൈൻഡ് ഓഫ് റോൾ തന്നെയായിരുന്നു പുള്ളി ധീരൻ എന്നുള്ള പടത്തിൽ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റോളുകളാണ് ധീരനിലും പിന്നെ ഈ ഫ്ലാസ്കിലും പുള്ളി ചെയ്യുന്നത്. പുള്ളി കൊള്ളാം, പുള്ളി നല്ലൊരു ആക്ടിംഗ് ഒക്കെ ആയിരുന്നു. പുള്ളിയുടെ കൈൻഡ് ഓഫ് ആ ഒരു രീതിയിൽ പുള്ളി ഒരു സ്റ്റോറി പറയുന്ന സീനൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുന്നതല്ല, പുള്ളി പറയുന്നതാണ്. നമ്മുടെ കൈദിയിൽ കാർത്തി പറയുന്ന പോലെ ആ കൈൻഡ് ഓഫ് അങ്ങനെ സ്റ്റേജിങ് ആണ് ആ സീനുകൾക്കുള്ളത്. അതെല്ലാം രസമായിരുന്നു. പിന്നെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ രാഷ്ട്രീയം പറയാം, അല്ലെങ്കിൽ കോമഡി പറയാം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഈ സിനിമക്കാരെന്ന് തോന്നുന്നു. ഇത് രണ്ടും പ്രോപ്പറായിട്ട് വർക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് പടമായിട്ട് ഒരുങ്ങുന്നു. അവർക്ക് ബോറടിക്കുകയൊന്നുമില്ല, കണ്ടിരിക്കാം. നല്ല കൂളായിട്ടൊക്കെയാണ് സീനുകളും കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷെ കുറെ കുറവുകൾ ഫീൽ ചെയ്യും പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ.